19,760 എന്ന് പറയുന്ന വോട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്, അൻവറിന് കിട്ടിയത്. ഇത് ലോകത്തിലെ ഒരു ചരിത്ര സംഭവമാണെന്നാ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലെ ആർക്കും വോട്ട് കിട്ടിയിട്ടില്ല. ആ രീതിയിലാണ് ചാനലിന്റെ റിപ്പോർട്ടർമാര്, നിരീക്ഷകന്മാര്, ഒരു പണിയുമില്ലാത്ത കുറെ ആളുകൾ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ മഹാ സംഭവമാണെന്നാണ്. ഈ അക്കം 19,760 ഒരു വലിയ മഹാസംഖ്യയാണെന്നും ചിലരങ്ങ് വാദിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ തന്നെ LDFന്റെയും UDFന്റെയും ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് എത്രയെത്ര സ്വതന്ത്രന്മാര് ജയിച്ചു വന്നിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് 6 തവണ ജയിച്ച KK നായര് ഒരു പക്ഷേ ഒരു റെക്കോർഡ് ഹോൾഡർ തന്നെയായിരിക്കും. 6 തവണയാ ജയിച്ചത്. അദ്ദേഹത്തിന് ആദ്യം CPMന്റെ ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു, പിന്നീട് കോൺഗ്രസിന്റെ UDFന്റെ ഒക്കെ പിന്തുണ കിട്ടി. അതൊക്കെ അദ്ദേഹം മാനേജ് ചെയ്തതാ. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, സ്വതന്ത്രനായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ മത്സരങ്ങളും 6 തവണ ജയിച്ചു. പക്ഷെ അടുത്ത തവണ അദ്ദേഹം നിസ്സാര വോട്ട് 10,000-ൽ താഴെ വോട്ട് വാങ്ങിച്ച് തോൽക്കുകയും ചെയ്തു. അതിനു മുമ്പോ 42 മുതൽ 57% വോട്ട് വരെ പത്തനംതിട്ടയിൽ അദ്ദേഹം നേടിയിട്ടുമുണ്ട്. അതുപോലെ നമ്മുടെ സുന്ദരൻ നാടാര് പാറശാലയിൽ നിന്ന് 1996 റിബലായിട്ട് മത്സരിച്ച് ജയിച്ചതാ. കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. തലേ കൊല്ലം ജയിച്ചതാ, ഇത്തവണ സീറ്റ് കൊടുത്തില്ല. 96 അദ്ദേഹം എന്ത് ചെയ്തു? റിബലായിട്ട് മത്സരിച്ചു, ഒറ്റയ്ക്ക് പൊരുതി ജയിക്കുകയും ചെയ്തു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും നിയമസഭയിലെത്തി. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ആ കൊമ്പൻ മീശയും നല്ല ശുഭ്രമായ ഖാദിയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ വരവൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതൊരു 1.5 വരവായിരുന്നു. അദ്ദേഹം അങ്ങനെ റിബലായിട്ട് ജയിച്ചിട്ടുള്ളതാ. 2011 കഴക്കൂട്ടം മണ്ഡലം അത് കോൺഗ്രസിന്റെ സ്ഥിരം സീറ്റായിരുന്നു. അത്തവണ അത് മുസ്ലിം ലീഗിന് കൊടുത്തു. അപ്പൊ കോൺഗ്രസിലെ MA വാഗിദ് റിബലായിട്ട് മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു. അദ്ദേഹം പിന്നീട് കോൺഗ്രസിന്റെ ഒരു അസോസിയേറ്റ് അംഗമായി നിയമസഭാ പാർട്ടിയിൽ, ലെജിസ്ലേച്ചർ പാർട്ടിയിൽ. MA വാഗിദ് പിന്നീട് തോറ്റുപോയി. ഏറ്റവും അവസാനം നമ്മുടെ PC ജോർജിന്റെ കഥ. അദ്ദേഹം പൂഞ്ഞാറില് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പലവട്ടം ജയിച്ചിട്ടുള്ളതാണ്. പിന്നീട് 2016 സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, ഒറ്റയ്ക്ക് 63,621 വോട്ടിന് ജയിക്കുകയും ചെയ്തു. ഒരു വലിയ സംഖ്യയായിരുന്നത്. ഒറ്റയ്ക്ക് 63,000 വോട്ട് നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പം കോൺഗ്രസിലൊക്കെ ആലോചന നടന്നതാ UDFല് എങ്ങനെയെങ്കിലും ജോർജിനെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാമെന്ന്. ഏതാണ്ട് അൻവറിന്റെ സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന ജോലി UDF നേതാക്കളെയും UDFനെയും കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും പുലഭ്യം പറയുക എന്നുള്ളതായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊക്കെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ എന്തോരം പ്രസംഗിച്ചിട്ടുള്ള ആളാ ഈ PC ജോർജ്. അദ്ദേഹത്തെ പോലും കൂട്ടത്തിൽ കൂട്ടണം, അങ്ങനെയും ചില ആലോചനകളെ കോൺഗ്രസിൽ നടന്നതാ. ഏതായാലും അത് ഉണ്ടായില്ല. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് 41,857 വോട്ട് നേടി നൈസായിട്ട് തോൽക്കുകയും ചെയ്തു. ഇപ്പൊ UDFനുമില്ല, LDFനുമില്ല, കേരള കോൺഗ്രസിനുമില്ല, കോൺഗ്രസിനുമില്ല. ഇപ്പൊ BJP ആണ്. കഴുത്തിലെ താമര ചിഹ്നമുള്ള ഷാളും ഒക്കെ അണിഞ്ഞ് അദ്ദേഹം കേരളത്തിലുടനീളം BJPയുടെ ഒരു സംസ്ഥാന നേതാവായിട്ട് തന്നെ പറന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോർജ് ജോസഫ് പുടിപാറ 1987 അദ്ദേഹം റിബലായിട്ടാണ് മത്സരിച്ചത്. സീറ്റ് കിട്ടാഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചു. ഇവിടെ ആരുടെയും പുറകെ പിന്നെ കോൺഗ്രസ് ഒന്നും പോയില്ലെന്നേ. ഇത്രയും വോട്ട് കിട്ടിയല്ലോ, ഒറ്റയ്ക്ക് ജയിച്ചല്ലോ, എന്നാൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്നും പറഞ്ഞ് കോൺഗ്രസോ UDFോ ഒന്നും പുറകെ പോയിട്ടില്ല. അതുപോലെ എത്രയോ വിമതന്മാര് റിബലായിട്ട് മത്സരിച്ച് നല്ല വോട്ട് വാങ്ങിയവരുണ്ട്, ജയിച്ചില്ലെങ്കിലും. കാഞ്ഞിരപ്പള്ളിയില് ഉദാഹരണം പറഞ്ഞാല് KP ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് റിബലായിട്ട് മത്സരിച്ചു. UDF ജയിച്ച ആ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹം വിമതനായിട്ട് ഒരു കൈ നോക്കി, മോശമല്ലാത്ത വോട്ട് കിട്ടി, 17,933. എന്നാൽ പിന്നെ ഷൗക്കത്തിനെ നമുക്ക് കൂട്ടിയേക്കാം, അടുത്ത തവണ സീറ്റ് കൊടുത്തേക്കാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വലിയല്ലോ, അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്നാരും ചിന്തിച്ചില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് മത്സരിച്ചു. ആ കുറി തലേ തെരഞ്ഞെടുപ്പിലെ പോലെ 17,000 ഒന്നും കിട്ടിയില്ല, 9,000 വോട്ടിന് തോറ്റുപോയി. എന്നാലും അത്രയും പിടിച്ചു. അതുപോലെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSC, കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്, ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ ശക്തമായ ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു KSC. അതിന്റെ ഒരു ആദ്യകാല പ്രസിഡന്റ് സാമുവൽ കുമ്പഴ. സത്യം പറഞ്ഞ അദ്ദേഹത്തിനൊരു സീറ്റ് കൊടുത്ത് ജയിപ്പിക്കേണ്ടതായിരുന്നു. മിട്ടക്കനായിരുന്നു. KSCയെ വളർത്തിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് സീറ്റൊന്നും കിട്ടാതെ വന്നപ്പോൾ നിരാശനായിട്ട് 1987 പത്തനംതിട്ടയില് വിമതനായിട്ട് മത്സരിച്ചു. മോശമാക്കിയില്ല, ജയിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ 19,345 വോട്ട് നേടി. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അങ്ങനെ നിന്നില്ല. തനിക്ക് പറ്റിയ പണിയില്ലെന്ന് മനസ്സിലാക്കുകയും സുവിശേഷ പ്രവർത്തകനായിട്ട് പോവുകയും ചെയ്തു. ആത്മാക്കളെ നേടുന്ന ജോലിയിലേക്ക് പ്രവേശിച്ചു.
കേരളത്തിൽ അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവര്, അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്തവര് പ്രതികൂലമായിട്ട് മത്സരിക്കുന്നു. ഇതൊക്കെ പലരും സീറ്റ് കിട്ടാഞ്ഞിട്ട് അല്ലെങ്കിൽ പരിഗണിക്കാതിരുന്നതിന്റെ പേരിൽ മത്സരിക്കുകയോ ജയിക്കുകയും നല്ല വോട്ട് വാങ്ങുകയോ ഒക്കെ ചെയ്തവരാ. പക്ഷെ നമ്മുടെ അൻവറിന്റെ കാര്യമോ? അൻവർ LDF ആയിരുന്നു, CPM സ്ഥാനാർത്ഥിയായിട്ട്, CPM-ന്റെ സ്വതന്ത്രനായിട്ട് 2 തവണ നിലമ്പൂരിൽ ജയിച്ചതാ. പിന്നീട് പിണറായിയോട് എന്തോ കാരണങ്ങളാൽ പണങ്ങി. പിണറായിയും കുടുംബത്തെ മുഴുവൻ പുലഭ്യം പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു. അദ്ദേഹം ചില രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉയർത്തി. അദ്ദേഹം UDF-ന്റെ കൂടി ചേരുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ആ സ്ഥാനാർത്ഥിയെ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല. അൻവർ സാറിന്, ആര്യാടൻ ഷൗക്കത്ത്, അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് പുലഭ്യം, അധിക്ഷേപം. അങ്ങനെ വന്നപ്പോ എന്തായി? അദ്ദേഹത്തെ UDF-ൽ പ്രവേശിപ്പിക്കേണ്ട തീരുമാനിച്ചു. അതിന്റെ പിന്നില് VD സതീശനാണെന്നാണ് അൻവർ വിചാരിച്ചത്. VD സതീശനായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ഉറച്ച നിലപാടെടുത്തതാണ്. ഇത്തരത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളിനെ എങ്ങനെയാണ് UDF-ൽ എടുക്കുക? അദ്ദേഹം ചെയർമാൻ എന്നുള്ള നിലയിൽ അതിനെതിരായിട്ടൊരു നിലപാടെടുത്തു. UDF ഒന്നടങ്കം, കോൺഗ്രസ് ഒന്നടങ്കം അത് അംഗീകരിച്ചു. അദ്ദേഹം പുറത്തായി.